ഹായ്, വെൽക്കം ടു ടേസ്റ്റി ട്രഷേഴ്സ് ബൈ രോഹിണി. ഇന്ന് നമുക്ക് സവാള വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം നോക്കിയാലോ. അതിനായിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ തന്നെ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. മുളക് പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞത് കനം കുറഞ്ഞ കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് കണ്ടിന്യൂസ് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവാള അരിഞ്ഞെടുക്കുന്ന സമയത്ത് നീളത്തിൽ കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്കിത് പെട്ടെന്നായി കിട്ടുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി ആ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മൾ സാധാരണ എങ്ങനെയാണോ വഴറ്റിയെടുക്കുന്ന ആ ഒരു പാകത്തിൽ, അപ്പോൾ അതിൻ്റെ കൂടെ മുളക് പൊടി കൂടി ആകുമ്പോൾ നല്ലൊരു ഡാർക്ക് കളറിൽ തന്നെ നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടത് ഈ ഒരു പാകത്തിൽ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് നാരങ്ങ നീര്, അതായത് വളരെ കുറച്ച്, ഒരു 2-3 ഒറ്റ് അത്ര മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.